അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഈ ലോകത്ത് ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാനും ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയാണ് 1,00,000-ൽ പരം അംബിയാ മുർസലുകളെ അല്ലാഹു ഈ ലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. അവർ നമുക്ക് മുമ്പേ ഈ ലോകത്ത് ദീന് പൂർത്തിയാക്കിക്കൊണ്ട് വിടപറഞ്ഞവരാണ്. അവരുടെ അനന്തരാവകാശികളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലമാക്കളെ നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു, അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ എന്ന് പറയുന്നത് അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് എന്നാണ്. അങ്ങനെയുള്ള ഉലമാക്കളെ അല്ലാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വഴിയിൽ പ്രവേശിക്കുന്നവർ യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുകയാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ആരെങ്കിലും ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അവനിക്ക് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. യഥാർത്ഥ ഉലമാക്കൾക്ക് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടാകുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ്. വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്, ഒരു ആലിമിന് ആകാശഭൂമികളിലുള്ള മുഴുവൻ ജീവജാലങ്ങളും പാപമോചനം തേടുന്നതാണ്. ഏതുവരെ എന്നറിയുമോ? വൽഹീത്താനു ഫീ ജൗഫിൽ മാ, വെള്ളത്തിൻ്റെ അടിയിലുള്ള മത്സ്യങ്ങൾ വരെ അവനിക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഈ ഉലമാക്കളിൽ വിലായത്തിൻ്റെ മാർഗത്തിൽ കടന്നവരാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കൾ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുകയും അത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും അവൻ്റെ മുഴുവൻ ചിന്തയും അള്ളാഹുവിലേക്കായി വിലായത്തിൻ്റെ മാർഗം സ്വീകരിച്ചവർ അള്ളാഹു പറഞ്ഞ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെടുകയാണ്. ഖുർആൻ പറയാണ്, അലാ ഇന്ന ഔലിയ അല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ പേടിയില്ല, അതേപോലെ തന്നെ വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖവുമില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. എന്നാൽ ഇന്ന് പലപ്പോഴും നമുക്ക് കാണാം വ്യാജ ഔലിയാക്കളെയും സിദ്ധന്മാരെയുമൊക്കെ. ഞാൻ ഔലിയാണെന്ന് പറഞ്ഞു നടക്കുകയും ജിന്നുകളെ സേവിച്ച് ചില അത്ഭുതങ്ങൾ കാണിക്കുകയും അത് കാരണമായി കുറേ ആളുകൾ അതിൽ വീണുപോവുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അവർ ദജ്ജാലിൻ്റെ മറ്റൊരു പതിപ്പാണ്. പ്രവാചകൻ്റെ കാലത്ത് ഇബ്നു സയ്യാദ് എന്ന ഒരു ചെറിയ കുട്ടി അത്ഭുതങ്ങൾ കാണിക്കുകയും നബിയാണെന്ന് വാദിക്കുകയും ചെയ്തപ്പോൾ അവനെ കാണാൻ വേണ്ടി പ്രവാചകരും സ്വഹാബാക്കളും പോവുകയാണ്. അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ഇൻതലഖ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റഹ്തിൻ മിൻ അസ്ഹാബിഹി ഖിബല ഇബ്നു സയ്യാദ്, മഹാനായ പ്രവാചകരോടുകൂടെ ഉമർ ഇബ്നുൽ ഖത്താബും അതേപോലെ തന്നെ മറ്റുള്ള സ്വഹാബാക്കളും കൂടിയിട്ട് ഇബ്നു സയ്യാദിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. ഹത്താ വജദഹു യൽഅബു മഅൽ ഗിൽമാനി ഫീ ഉതുമി ബനി മുഗാല, ബനു മുഗാല എന്ന ഗോത്രക്കാരുടെ കുട്ടികളോടുകൂടെ ആ കുട്ടി കളിക്കുകയായിരുന്നു. ഫലം യസ്അറ ഹത്താ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹറഹു ബിയദിഹി, അല്ലാഹുവിൻ്റെ റസൂല് അവൻ്റെ പിറകിൽ പോയിട്ട് അവൻ്റെ പിറകിൽ നിന്ന് കൈകൊണ്ട് വിളിക്കുന്നത് വരെ അവൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് ആ ഇബ്നു സയ്യാദിനോട് ചോദിക്കുകയാണ്, അത്തശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ഫനദറ ഇലൈഹി, അള്ളാഹുവിൻ്റെ റസൂലിനെ നോക്കിയിട്ട് ഇബ്നു സയ്യാദ് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുൽ ഉമ്മീൻ, ഞാൻ താങ്കളെ വിചാരിക്കുന്നത് ഈ സമുദായത്തിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ഉമ്മീങ്ങളുടെ റസൂലായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്ന് മഹാനായ പ്രവാചകരോട് ഇബ്നു സയ്യാദ് പറഞ്ഞപ്പോൾ സുമ്മ ഖാല ഇബ്നു സയ്യാദ് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്,
അതസ്അദു അന്നി റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ റസൂൽ ഞാനാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആമൻതു ബില്ലാഹി വറസൂലിഹി, ഞാൻ അള്ളാഹുവിനെയും അതേപോലെ തന്നെ ഈ ലോകത്തിൽ വന്ന 1,00,000-ൽ പരം ചില്ലാനം മുർസലുകളെ കൊണ്ടും വിശ്വസിക്കുന്നവരാണ്, നിന്നെക്കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മഹാനായ പ്രവാചകർ ഇബ്നു സയ്യാദിനോട് പറഞ്ഞപ്പോൾ സുമ്മ ഖാല ഇബ്നു സയ്യാദ്, എന്നിട്ട് ഇബ്നു സയ്യാദിനോട് പറയാൻ, മാദാ തറ, നീ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഖാല, പ്രവാചകരോട് ഇബ്നു സയ്യാദ് പറയുകയാണ്, യഅ്തീനി സാദിഖുൻ വകാദിബുൻ, എൻ്റെ അടുക്കൽ സത്യം പറയുന്ന ആളുകളും അതേപോലെ തന്നെ കളവ് പറയുന്ന ആളുകളൊക്കെ വരാറുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് ആ ഇബ്നു സയ്യാദിനോട് പറഞ്ഞു, ഇന്നി ഖബഅതു ലക ഖബീഅ, എന്നാൽ നീ വലിയ റസൂലാണെന്നൊക്കെ വാദിക്കുന്നുണ്ടല്ലോ, എന്നാൽ ഞാൻ എൻ്റെ മനസ്സിലൊരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് നിനക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഖാല, ഇബ്നു സയ്യാദ് പറഞ്ഞു, ഹുവ ദുഖ്, ദുഖ് എന്ന് പറഞ്ഞു. ദുഖ് ദുഖ് എന്ന് പറയുന്നുണ്ട്, പിന്നെയൊന്നും പറയാൻ കിട്ടുന്നില്ല. ഖാല ഇഖ്സ ഫലൻ തഅദു വഖദ്റക, നിനക്കതിന് സാധിക്കുകയില്ല, നിനക്കത് പറയാൻ കഴിയുകയില്ല. അള്ളാഹുവിൻ്റെ റസൂല് മനസ്സിൽ വിചാരിച്ചത് ദുഹാൻ സൂറത്തിനെ കുറിച്ചായിരുന്നു. പക്ഷെങ്കിൽ മഹാനായ പ്രവാചകർ വിചാരിച്ചത് മുഴുവനായിട്ട് പറയാൻ ആ ഇബ്നു സയ്യാദിന് കഴിഞ്ഞിട്ടില്ല. ഇബ്നു സയ്യാദ് ദുഹ് ദുഹ് എന്ന് പറയുന്നുണ്ട്, പക്ഷെങ്കിൽ അതിന് ശേഷം ദുഹാൻ എന്ന് പറയാൻ കിട്ടുന്നില്ല. കാരണം ജിന്നിന് കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, അത് മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇബ്നു സയ്യാദിനത് പറയാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിനക്കിതിനൊന്നും സാധിക്കില്ല, നീ കള്ളനാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ ഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അതഅ്സനു ലീ ഫീഹി അദ്രിബു ഉനഖഹു, നിങ്ങളെനിക്കൊന്ന് സമ്മതം തന്നാൽ അദ്ദേഹത്തിൻ്റെ പിരടിയെ ഞാൻ വെട്ടാമെന്ന് പറഞ്ഞപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇൻ യകുനു ഹുവ ദജ്ജാൽ, അവൻ ദജ്ജാലാണെങ്കിൽ ഫലസ്തു അൻതല്ലദീ സയഖ്തുലുഹു, നിനക്ക് കൊല്ലാനുള്ള അവകാശമില്ല, അവനെ പിന്നീട് വഇന്നമാ യഖ്തുലുഹു ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം അവനെ കൊല്ലുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഇനി വഇല്ലം യകുനു ഹുവ ദജ്ജാൽ, അവൻ ദജ്ജാലല്ലെങ്കിൽ ഫലാ ഖൈറൻ ലക, നിനക്കതിലൊരു ഖൈറുമില്ല, അവനെ കൊന്നുകൊണ്ട് നിനക്കൊന്നും ഖൈറില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. വലം യഅ്ദന അലൈഹി ഫീ ഖത്ലിഹി മാ ഇദ്ദിആഇൻ നുബുവ്വത ബിഹദറതിഹി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നദ്ധിയിൽ നുബുവത്തിനെ വാദിച്ചിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ കൊല്ലാൻ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ സമ്മതിച്ചിട്ടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിലൂടെ പറഞ്ഞു തരികയാണ്. ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏത് കാലത്തും ദജ്ജാലിൻ്റെ ഫിത്ന വരാമെന്നുള്ളത്. ഇന്ന് പല ആളുകളും ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നവരാണ്. നമ്മുടെ പ്രയാസങ്ങളും പരിഭവങ്ങളുമൊക്കെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാര്യങ്ങൾ നേടുന്ന എത്രയോ ആളുകളുണ്ട്. നമുക്കൊരു സംശയമുണ്ടാകും, അവരൊക്കെ പറയുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഉള്ളതുകൊണ്ടല്ലേ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകാം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉനാസുൻ അനിൽ കുഹാൻ, അള്ളാഹിൻ്റെ റസൂലിനോട് ചില ജനങ്ങൾ വന്നുകൊണ്ട് ചോദിച്ചു, അനിൽ കുഹാൻ, ജ്യോത്സ്യരെ തൊട്ട് ചോദിച്ചപ്പോൾ ഫഖാല, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ലൈസൂ ബിശൈഅ, അവനിലൊരു കാര്യവുമില്ല, അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഫഖാലു, ആ വന്ന ആളുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇന്നഹും യുഹദ്ദിസൂന അഹ്യാനൻ ബിശൈഅ ഫയകൂന ഹഖ, അള്ളാഹിൻ്റെ റസൂലെ, അവർ പറയുന്നതിൽ ചിലതൊക്കെ സത്യമാകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, തിൽക്കൽ കലിമത്തു മിനൽ ഹഖ്, ആ ഹക്കാകുന്ന സത്യമാകുന്ന കലിമത്തുകളൊക്കെ അത് യാഥാർത്ഥ്യമുള്ളതാണ്, അത് സത്യം തന്നെയാണ്. എങ്ങനെയാണത് സത്യമാകുന്നത്? യഖ്തഫുഹൽ ജിന്നിയു ഫയഖറഉഹാ ഫീ ഉദ്നി വലിയിഹി, അതൊക്കെ ജിന്നുകൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഫയഖ്ലിതൂന മഅഹാ മിഅത കദിബ, അതിനോടുകൂടെ തന്നെ അവർ 100 കളവുകൾ അതിൽ ചേർക്കുന്നു എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. യഥാർത്ഥത്തിൽ ഈ ജ്യോത്സ്യന്മാർ ജിന്നിനെ സേവിക്കുന്നതിനോടുകൂടെ
അവരാരാധിക്കുകയാണ് ചെയ്യുന്നത്. ജിന്നുകൾ ആരാധിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആകാശത്ത് പോയി മലക്കുകൾ സംസാരിക്കുന്നതിൽ നിന്ന് കട്ട് കേൾക്കുകയും ഈ സേവിച്ച ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് അന്നഹ സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ മലായികത തൻസിലു ഫിൽ അനാനി വഹുവ സഹാബ്, അവർ മേഘത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നതാണ്. എന്നിട്ടോ ഫതദ്കുറുൽ അംറ ഖുലിയ ഫിസ് സമാ, ആകാശത്തിൽ വെച്ച് വിധിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ അഥവാ 2-3 ദിവസത്തെ കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ സംസാരിക്കുന്നതാണ്. എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അവരിങ്ങനെ സംസാരിക്കും. ആ സമയത്ത് ഫതസ്തരിഖു ശയാതീനു അസ്സമഅ ഫതസ്മഉഹു, അവർ സംസാരിക്കുന്ന വേളയിൽ ശൈത്താന്മാർ അത് കട്ടുകേൾക്കുകയും എന്നിട്ട് ഫതൂഹീഹി ഇലൽ ഖുഹാൻ, ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഫയക്ദിബൂന മാഹ, ഈ ജ്യോത്സ്യന്മാർ ഈ പറഞ്ഞു കൊടുക്കുന്ന സത്യത്തിനോടുകൂടെ മിഅത കദിബത്തിൻ മിൻ ഇൻദി അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതായ 100ഓളം കളവുകൾ അവർ ചേർക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നവരെക്കുറിച്ച് പ്രവാചകർ ഗൗരവത്തോടുകൂടെയാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, മൻ അത അറാഫൻ, ആരെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുക്കൽ സിദ്ധന്മാരുടെ അടുക്കലൊക്കെ പോവുകയാണെങ്കിൽ ഫസഅലഹു അൻ ശൈഇൻ, എന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്താൽ അവന് അതിൽ വിശ്വാസമൊന്നുമില്ല, ലം തുഖ്ബൽ ലഹു സലാത്തുൻ 40 ലൈല, 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട്, മൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂലു, ആരെങ്കിലും ഒരാൾ ജ്യോത്സ്യൻ്റെ അടുക്കലേക്ക് പോവുകയും അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ, നേരത്തെ പറഞ്ഞത് അവിടെ പോയി എന്തെങ്കിലും ചോദിച്ചാൽ പോലും 40 ദിവസത്തെ അമലുകൾ സ്വീകരിക്കില്ല എന്നാണ്. ഇനി ഒരാൾ അവരുടെ അടുക്കലേക്ക് പോയിട്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ അൻസലല്ലാഹു അലാ മുഹമ്മദ്, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കെന്ത് പ്രയാസം വന്നാലും നമ്മൾ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് പരാതികളും പരിഭവങ്ങളുമൊക്കെ അള്ളാഹുവിനോട് പറയുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി തരട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.